പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം. അത് നേരത്തെ ആ സ്ഥാപനം അവിടെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ, അത് ടോം എഞ്ചിനീയറിംഗ് വർക്ക്സായിരുന്നു. അത് ഇപ്പോൾ പുതിയതായിട്ട് 1 വർഷം മുമ്പ് പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ വന്നപ്പോൾ അവിടെ ഇപ്പോൾ നല്ല ബിസിനസ്സാണ്. ആ ബിസിനസ് അങ്ങ് വലിയ തോതിൽ നടന്നപ്പോൾ അടുത്തുള്ള ഞങ്ങളുടെ 7 വീട്ടുകാർക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം അവിടെ ഉണ്ടാക്കുന്ന ജനലിലും കട്ടളയിലും അടിക്കുന്ന സ്പ്രേയും അതിൻ്റെ മണം കാരണം ഇരിക്കാനും മേല. തന്നെ അടുത്ത വീടുകളിലേക്ക് നമ്മുടെയൊക്കെ വീടിൻ്റെ ഭിത്തി ഈ പെയിന്റ് വന്ന് പറ്റിപ്പിടിച്ചിരിക്കാൻ. പുറത്തുള്ള സാധനങ്ങളെല്ലാം തൊട്ടടുത്തൊരു വീടുകളിൽ അവിടെ നമ്മൾ ചെരുപ്പ് വെച്ച് ചവിട്ടുമ്പോൾ ചെരുപ്പിൻ്റെ പാട് ആ പിന്നയിൽ വരുന്ന സ്ഥിതി വിശേഷമായിരുന്നു. പക്ഷെ ആ ഒരു സ്ഥലം 5 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു, ആ സ്ഥലം അവർ വലിച്ചു വാങ്ങി. ബാക്കി ഞങ്ങളുള്ള 5 പേര് ഇപ്പോഴും ഇതിൻ്റെ ദുരിതം അനുഭവിക്കാം. അങ്ങനെ രാവുന്നോ പകലൊന്നോ ഇല്ല, രാവിലെ നിർത്താതെയുള്ള പണിയാണ്. രാത്രി 2 മണിക്കും 3 മണിക്കും. അങ്ങനെ ഇത് അസഹ്യമായപ്പോൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട പോലീസിനെ സമീപിച്ച് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ 3 തവണ ബഹുമാനപ്പെട്ട സബ് ഇൻസ്പെക്ടർ അവിടെ വന്ന് രാത്രി 2 മണിക്കും 1 മണിക്കും പണി നിർത്തിവെച്ചു. പക്ഷെ അവർ ദിവസം പണിയും. അത് രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തെ കാര്യം, ഇവരോട് നമ്മളൊന്ന് പോയി ഇവരെ സമീപിച്ച് പറഞ്ഞിട്ട് ഒരു തരത്തിലും അവരത് ചെവിക്കൊള്ളുന്നില്ല. അങ്ങനെ പഞ്ചായത്ത് പരാതി കൊടുത്തു. പഞ്ചായത്ത് ഞങ്ങൾ 5 പേരാണ് പരാതി കൊടുത്തത്, 5 വീട്ടുകാരെ തൊട്ടടുത്താണ്. ആ പരാതിയിൽ പഞ്ചായത്ത് അന്വേഷണത്തിൽ അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് കണ്ടുകൊണ്ട് കഴിഞ്ഞ മാർച്ച് 31 അവരുടെ ലൈസൻസ് കട്ട് ചെയ്തു. ഇപ്പോൾ ആ സ്ഥാപനം അവിടെ പ്രവർത്തിക്കുന്ന ലൈസൻസ് ഇല്ലാതെയാണ്. അപ്പോൾ പഞ്ചായത്ത് എനിക്ക് രേഖാമൂലം തന്ന കത്താണ്, അവർക്ക് സ്പ്രേ പെയിന്റിനുള്ള പെർമിഷൻ ഇല്ല, കൈകൊണ്ടാണ് പെയിന്റ് അടിച്ചുകൊണ്ടിരുന്ന നേരത്തെ. ഇപ്പോൾ സ്പ്രേ പെയിന്റ് അവർക്ക് അനുവദിക്കുക. അതുകൊണ്ട് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലൈസൻസ് പുതുക്കി തരൂ എന്ന് കഴിഞ്ഞ മാർച്ച് 31 അവരെ രേഖാമൂലം അറിയിച്ചു എന്നുള്ള പഞ്ചായത്ത് എനിക്ക് കത്താക്കാണ്. പക്ഷേ ആ മാർച്ച് 31 ശേഷവും ഇന്നും ഇന്നലെ എല്ലാ ദിവസവും രാത്രി, അത് അവധി ദിവസം പോലും ഇല്ല, ബക്രീദ് ആയിക്കോട്ടെ, ഓണം ആയിക്കോട്ടെ, വിഷു ആയിക്കോട്ടെ, ഈസ്റ്റർ ആയിക്കോട്ടെ, ഒന്നുമില്ല, എല്ലാ ദിവസവും അവിടെ പഠിക്കും. അപ്പോൾ അവരിപ്പോഴും ഈ ലൈസൻസ് ഇല്ലാതെ ഒരു സ്ഥാപനം അവിടെ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾ അതിനുശേഷം ബഹുമാനപ്പെട്ട പോലീസിന് പരാതി കൊടുത്തു. ആ പോലീസിന് പരാതി കൊടുക്കുമ്പോൾ അവരവിടെ വന്ന് അന്വേഷിച്ചു. അതിൻ്റെ വിശദാംശം ഇദ്ദേഹം പറയും. ആ അന്വേഷിച്ചിട്ട് പക്ഷെ അവിടെ ഒന്നും ഞങ്ങൾക്കത് നീതി ലഭിച്ചില്ല. ഇപ്പോൾ അവരെ റോഡിൽ കൂടെ പോകുന്ന എത്ര കുട്ടികളാണ് സ്കൂളിലേക്ക് നടന്നു പോകുന്ന ദൈനംദിനം, അവരുടെ എല്ലാം മൂക്കിലേക്ക് ഈ പെയിന്റല്ലേ കയറുന്നത്. എത്ര വാഹനങ്ങൾ നമ്മുടെ ചെറുപുഴ പയ്യന്നൂർ റൂട്ടിൽ പോകുന്നുണ്ട്, അവരുടെ എല്ലാം മൂക്കിലേക്ക് സാധനം കയറുന്നില്ലേ. ഞങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞ മിനിഞ്ഞാന്ന് അപ്പച്ചൻ്റെ മകളുടെ വിവാഹ നിശ്ചയമായിരുന്നു. അവിടെ ആ പന്തലിൽ നിൽക്കാൻ വേണ്ടി കഴിയുന്നില്ല, സ്മെല്ലുകാണ്. ഇത് ഇവരോട് പറഞ്ഞിട്ട് അവർ സമ്മതിക്കുന്നില്ല. പഞ്ചായത്ത് ഇവര് രേഖാമൂലം ഇങ്ങനെ നമുക്ക് കത്തുന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് വേണ്ടത്ര രീതിയിലുള്ള ആ സ്ഥാപനം അതിന്റെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചിട്ട് വേണ്ടേ ബാക്കി കാര്യങ്ങൾ. പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പരാതി കൊടുത്ത സ്ഥാപന പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമ്മളെ വിളിച്ച് 2 കൂട്ടരെയും വിളിച്ച് ആ പ്രശ്നം പരിഹരിച്ച് നമ്മളെ എഴുതി ഒപ്പുവെക്കുന്നില്ല, അതും ചെയ്തില്ല. പിന്നെ ഞങ്ങൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി കൊടുത്തിട്ട് ഏകദേശം 1 മാസത്തോളം കഴിഞ്ഞ 26-ന് കൊടുത്തതാണ്. അപ്പോൾ ഞാൻ അവരെ വിളിച്ചപ്പോൾ അവർ പറയുന്നു അവിടെ ആൾക്കാർക്ക് ക്ഷാമമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ വന്ന് നോക്കാം എന്ന് പറഞ്ഞല്ലാതെ 1 മാസമായിട്ട് അവർ വന്നു. അപ്പോൾ ഇവരിങ്ങനെ ഇവിടെ പ്രവർത്തിക്കുന്നു. ഇതിൽ അതിശക്തമായ പ്രതിഷേധം ഉണ്ട്. അത് നിങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, അധികൃതർ ഇതിൽ ഇടപെട്ടുകൊണ്ട് അടിയന്തരമായി ആ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം നിർത്തിവെപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആ പ്രദേശവാസികളുടേത്. അതിലെ സഞ്ചരിക്കുന്ന റോഡിൽ കൂടെ നിങ്ങളൊക്കെ ആരെങ്കിലും സഞ്ചരിക്കുന്നവരുടെ അന്വേഷിച്ചാൽ മനസ്സിലാവും. പിള്ളേർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. എൻ്റെ വീട്ടിൽ 90 വയസ്സുള്ള എൻ്റെ അമ്മയുണ്ട്. ഈ അമ്മയ്ക്ക് ആ ജനൽ തുറന്നിട്ടാൽ ഇതിൻ്റെ സ്മെല്ല് കാരണം ശ്വാസം മുട്ടുണ്ടാകും. അച്ഛൻ്റെ ശ്വാസം മുട്ടിയിട്ട് അച്ഛനെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി ചെയ്യും. അപ്പോൾ പ്രായമായാലും കൊച്ചുകുട്ടികളുമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ദുരിതം. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികൃതർ അടിയന്തരമായി ഒരു ശ്രദ്ധ അവർക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് അതുവരെയുള്ള അധികാരികൾ. അപ്പച്ചനൊന്ന് പറഞ്ഞു പോകുന്നത്.
ഞാൻ ഇപ്പോൾ വിളിക്കാറില്ല. അത് ഇദ്ദേഹം ഒരു എക്സർവീസ്മെനാണ്. അപ്പോൾ വന്നു കഴിയുമ്പോൾ വീട്ടിൽ നിന്നാണ് പറഞ്ഞു ഇതേമാതിരി ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. സ്ഥിരമായിട്ട് പെയിൻറ്റിൻ്റെ സ്മെല്ല് സ്ഥിരമായിട്ട് വന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പുറത്ത് എന്തൊക്കെ എപ്പോഴും അടച്ചിട്ടുണ്ട്, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇതേമാതിരി പെയിൻറ്റിങ് സെക്ഷനിൽ വലിയ യൂണിറ്റ്, അതായത് 5000 വണ്ടിയിൽ കൂടുതൽ ഉള്ള ഒരു കമ്പനി ഞാൻ പറയുന്നത്. അപ്പം അത് ഉച്ച ടൈം അവിടെ ഒരു 100 വണ്ടി 50 വണ്ടി പെയിൻറ്റിങ് പാച്ചായി. അപ്പോൾ അതിൻ്റെ ഒരു സകലം പോലും സ്മെല്ല് നമ്മളുടെ അക്കൗണ്ടിലേക്ക് വരും. അതിനോട് ചേർന്ന് നമ്മുടെ അക്കൗണ്ടിൽ അങ്ങനെ സിസ്റ്റം ഉണ്ടോ ഇവിടെ ആദ്യം ഓപ്പണായിട്ട് തുറന്നിട്ട് ഇവർ ഇത് ചെയ്യുക. അപ്പം അതിന് വേണ്ടി എന്തെങ്കിലും നടപടി സ്വീകരിക്കണം. സുനിൽ പറഞ്ഞതുപോലെ പഞ്ചായത്തിൽ കൊടുത്ത പരാതിക്കകത്ത് ഞാൻ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതി ഞാൻ മാത്രമാണ് ഒപ്പിട്ടത്. എല്ലാവരും കൂടെ പറഞ്ഞിട്ട് തന്നെ ഞാൻ ഒപ്പിട്ട് കൊടുത്തതാണ്. പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതി പ്രകാരം എസ്ഐയോട് വന്നു. എസ്ഐയോട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ വെച്ചിട്ട് നമ്മുടെ മണമുള്ള സ്ഥലത്ത് തന്നെ വെള്ളം നിർത്തി. മണമുള്ള സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും നന്നായിട്ട് മണം വരാൻ തുടങ്ങിയാൽ ജനല് തുറന്നെടുത്തില്ല. ജനല് തുറന്നിട്ട് അകത്ത് കയറും. ജനല് തുറന്നിട്ട് തന്നെ വെന്റിലേറ്ററിൽ കൂടെ ഒരു മുഴുവൻ മണം വരും. അങ്ങനെ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ എസ്ഐ പറഞ്ഞത് വന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് അവിടുത്തെ അയൽപക്കക്കാർക്കൊക്കെ അന്വേഷിച്ചിട്ട് പോയി. എന്തെങ്കിലും കാര്യത്തിൽ തീരുമാനം ഉണ്ടാവും നമ്മൾ വിചാരിച്ചു. പക്ഷേ ഇത് തീരുമാനം അതിനെക്കുറിച്ചൊന്നും ഉണ്ടായില്ല. പഞ്ചായത്തിൽ തന്നെ പ്രസിഡന്റ് പറഞ്ഞ പോലെ മനസ്സിലാക്കുന്ന പോലീസിൻ്റെ ശ്രമിച്ചും കിട്ടിയിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അതുകൂടാതെ ഞാൻ നേരിട്ട് ഇത് നടത്തുന്ന ആ സ്ത്രീയെ ഞാൻ നേരിട്ട് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്, കുഞ്ഞുങ്ങളുടെ താമസിക്കുന്ന വീടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇല്ല, ഇങ്ങനെ ഉണ്ടാവില്ല, നമ്മളിങ്ങനെ ആ സ്ഥാപനത്തിൻ്റെ നടുത്തന്നെ ഒരു കുഴിയുണ്ട്, കുഴിയിൽ വെച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത്, അങ്ങനെ മണമൊന്നും വരികയില്ല എന്ന് പറഞ്ഞു. നമുക്കിപ്പോൾ അങ്ങനെ മനഃപൂർവ്വമായിട്ടൊരു സ്ഥാപനത്തെ എന്നെതിരെ ബുദ്ധിമുട്ടുണ്ടാക്കണമെന്നുള്ള താല്പര്യം നമുക്കില്ല. കാരണം നമ്മൾ പല സ്ഥാപനങ്ങളൊക്കെ നടത്തി അതിൻ്റെ തിക്തഫലവും നല്ല ഫലം അനുഭവിച്ചിട്ടുള്ളൊരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ ദ്രോഹിക്കണമെന്നുള്ള കാര്യമുണ്ടല്ലോ. പക്ഷെ നമുക്കുണ്ടാകുന്ന ശല്യം നമുക്ക് സഹിക്കുകയില്ല. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവരോട് നേരിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ക്രമീകരണങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് ദിവസത്തിൽ കാണുവാനായിട്ടിരുന്നു. അത് കഴിഞ്ഞൊരു ദിവസം വളരെ രൂക്ഷമായ എണ്ണം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ സ്ത്രീയെ തന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്താണെന്ന് ചോദിച്ചു. ഇങ്ങോട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വീട്ടിലേക്ക് വന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ മണം ഉണ്ടോ ഇല്ല എന്നുള്ളത് ടെസ്റ്റ് ചെയ്തിട്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരിൻ്റെ വീട്ടിൽ കയറി വന്ന് നോക്കുമ്പോൾ പുള്ളിക്ക് മണം പറ്റിയില്ല. അപ്പോൾ വരില്ലാത്തതിൻ്റെ കാരണം നമുക്കറിയത്തില്ല. പുള്ളിക്ക് മൂക്കടഞ്ഞിരിക്കുന്നതാണോ നമുക്കറിയത്തില്ല. പിന്നെ അതുകൂടാതെ ഈ കുഴിയിൽ വെച്ചിട്ട് അവർ പെയിൻറ്റ് ചെയ്യുന്നത് ഒക്കെ പറഞ്ഞ് നമ്മളോട് പറഞ്ഞെങ്കിലും ഒരു ദിവസം ഭയങ്കര ഗന്ധം വന്നു കഴിഞ്ഞപ്പോൾ ഞായറാഴ്ചയാണ്. ഭയങ്കര ഗന്ധം വന്നു കഴിഞ്ഞപ്പോൾ പുറവശത്തെ ഇപ്പം പുല്ല് പറഞ്ഞ പുറവശത്ത് നിന്ന് വിറ്റുപോയവരുണ്ട്. അവർ മേടിച്ചതാണ് ആ സ്ഥലം. കാരണം ഭയങ്കര ശിവസമായി ശല്യം ഉണ്ടാകുന്നുണ്ട്. ആ സ്ഥലം അവർ മേടിച്ചതാണ്. ഞാൻ ആ സ്ഥലത്തൂടെ കയറി വന്നിട്ട് ഈ സ്ഥാപനത്തിൻ്റെ പുറവശം പോയി നോക്കി. പുറവശം നോക്കി കാണാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കുഴിയിൽ വെച്ചാണ് പെയിൻറ്റ് ചെയ്തത്. അതിലുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്റ്റൻഷൻ വയറിട്ടിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് അവർക്ക് സൗകര്യപ്പെട്ട സ്ഥലത്തൂടെയൊക്കെ ഇട്ടിട്ട് പെയിൻറ്റ് ചെയ്യാണ്. അപ്പം നമ്മളോട് എത്ര സമ്മതിച്ചെന്ന് പറഞ്ഞാലും ശരി, അവർ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ പണിക്കാരാണ്, ഇന്ത്യക്കാരാണ്. ഞാൻ അത് ആ സ്ത്രീയോട് വിളിച്ച് പറഞ്ഞു, നിങ്ങൾ ഈ സ്ഥാപനം നടത്തുന്നുണ്ടെങ്കിൽ ഇന്ത്യക്കാരെയും മറ്റുള്ള പണിക്കാരെയൊക്കെ ഏൽപ്പിച്ചുള്ള കർശനമായിട്ട് അവരോട് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ അവർ സൗകര്യം പോലെ എവിടെയെങ്കിലും കൊണ്ട് പെയിൻറ്റ് ചെയ്യും. അത് നമുക്ക് അതിന് ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ്. ഇപ്പം നിരന്തരമായിട്ട് നമുക്ക് എല്ലാ ദിവസവും ഈ പെയിൻറ്റ് ചെയ്യുന്ന സമയത്തെല്ലാം അതിൻ്റെ രൂക്ഷമായ ഗന്ധം നമ്മുടെ മുറ്റത്ത് നിൽക്കാൻ പറ്റില്ല. ജനൽ തുറന്നിട്ട് കഴിഞ്ഞാൽ ജനൽ ഉള്ളിൽ കയറും. രാത്രി വരെ ഈ റൂമിനുള്ളിലും ഇപ്പം നമ്മുടെ അടുക്കള ഭാഗം അവിടെ ചാർത്ത ആ സൈഡിൽ അവിടെ മുഴുവൻ ഇതിൻ്റെ ഗന്ധങ്ങൾ വരുന്നുണ്ട്. പറഞ്ഞ് നമ്മൾ മടുത്തു. ഇത് ഈ അടുത്ത ദിവസം വളരെ രൂക്ഷമായ ഒരു ഗന്ധം വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫ് അവിടുത്തെ പണിക്കാരുടെ അടുത്ത് അവിടെ ഇപ്പുറത്തെ അതിന് മേടിച്ചിരിക്കുന്ന ഇപ്പുറത്തെ വീട്, ആ വീട്ടിൽ ചെന്ന് പണിക്കാരോട് പറഞ്ഞു നിങ്ങൾ ഈ പെയിൻറ്റിൻ്റെ മണം വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ ഉടമസ്ഥൻ നമ്പർ തരാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ആ മാനേജ് ചെയ്യുന്ന സ്ത്രീയുടെ ഭർത്താവ് എഴുത്തിലോട്ടാണെന്നാണ് തോന്നുന്നു. അപ്പോൾ ആ നമ്പർ കൊടുത്തു. ആ നമ്പർ കൊടുത്തു കഴിഞ്ഞപ്പം എൻ്റെ വൈഫ് ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ ഭർത്താവിനോട് വിളിച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ പെയിൻ്റൊക്കെ ചെയ്യുന്നുണ്ട്, പിന്നെ മണം വരാതിരിക്കുന്നു. ഇതാണ് അവരുടെ ഉള്ള സമീപനം.
എന്നാൽ നാട്ടുകാർ ഒരു വിഷയം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവർ വിളിച്ചിട്ട് എന്താണ് പരിഹാരം എന്നുള്ള രീതിക്കുള്ള ഒരു നിർദ്ദേശമോ കാര്യങ്ങളോ വെച്ചിട്ട് അതനുസരിച്ചുള്ള തീരുമാനം എടുക്കുക എന്നുള്ളതല്ല ഒരു നിക്കവരപരമായ ഒരു സമീപനമാണ്. ഞാനിപ്പോൾ പല പ്രാവശ്യം നോക്കിക്കൊണ്ട് അതുകൊണ്ടാണ് ഈ പത്രസമ്മേളനത്തിൽ ഞാൻ വരാൻ കഴിയും. പല പ്രാവശ്യം പറഞ്ഞ് മടുത്തു. ഒരു ആക്ഷൻ ഇൻഡിവിജ്വൽ ഉണ്ടാവുന്നു. ഇപ്പം സ്റ്റില്ല് പറഞ്ഞാൽ പൊല്യൂഷൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്തു, അവർ പോലീസിന് ഇതിന് കൊടുത്തിട്ടില്ല. അവർ അന്വേഷണത്തിന് വരുമെന്ന് പറഞ്ഞു. പോലീസിന് അന്വേഷണത്തിന് വരുമ്പോൾ പിന്നെ അത് പറയാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കാം. രഹസ്യം കൊണ്ടപ്പോൾ എസ് ഐ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ് ബോധ്യപ്പെട്ട് വെച്ചാണ്. പഞ്ചായത്തിൽ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിൽ നിന്ന് ഹെൽത്ത് ഇൻസ്പെക്ടറോട് വന്നിരുന്നു. അപ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടറെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തു, കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്തതാണ്. ഇപ്പോൾ നിലവിൽ ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് അടിയന്തരമായി ഈ കാര്യത്തിൽ നമുക്ക് ആ സാധനം കൊണ്ടുപോകണമെന്ന് വെച്ചാൽ അവർ പെയിൻറ്റ് ചെയ്യുന്ന വേറെ എവിടെയെങ്കിലും സ്ഥലം മേടിച്ചിട്ട് അവിടെ എവിടെയെങ്കിലും സാധനം കൊണ്ട് വെച്ച് പെയിൻറ്റ് ചെയ്തിട്ട് നമുക്കൊരു വിരോധമില്ല. പക്ഷേ ഇവിടെ പെയിൻറ്റിങ്ങിൻ്റെ സ്പ്രേ പെയിൻറ്റിൻ്റെ പരിപാടി ഇവിടെ നടത്തിയിട്ട് നമുക്ക് മണം ഉണ്ടാകാൻ പാടില്ല. ഇതേ നമുക്ക് അതായത് സ്ഥാപനം പൂട്ടിക്കണമെന്നോ ആ സാധനത്തിനെതിരെയുള്ള നടപടി എന്നുള്ളതിലെല്ലാം നമ്മൾ ഈ പത്രത്തിനകത്ത് പറയുന്നത്. അവരെ ദ്രോഹിക്കണമെന്ന് പറ്റുന്നില്ല. പക്ഷേ ദ്രോഹം നമുക്കാണ് വരുന്നത്. അതായത് ഇതിനെക്കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്, അതായത് മാർച്ചിൽ 2025-26 വർഷം അതിന് പ്രവർത്തിക്കാനുള്ള അനുമതിയുള്ളത്. 26-25 പ്രവർത്തിക്കാൻ അനുമതിയില്ല. തന്നെയല്ല ലൈസൻസ് മാർച്ച് 10 സസ്പെൻഡ് ചെയ്യുകയും. പക്ഷെ ഇത് ആരടപ്പിക്കും എന്നുള്ളത് സ്ഥാപനത്തോട് അനധികൃതമായാണല്ലോ ഇപ്പോൾ പ്രവർത്തനം. അതിനാരാണ് ഇതിൻ്റെ നടപടി സ്വീകരിക്കേണ്ടത്? രണ്ടാമതൊരു സ്ഥാപനത്തിൽ പ്രവർത്തിക്കാൻ ഒരു സമയത്ത് ഒരു 6 ദിവസം 4 ദിവസമായിട്ട് 5 ദിവസം അല്ലെങ്കിൽ 2 ദിവസമായിട്ട് ഇതൊന്നും ഇല്ല. ഇങ്ങനെ പ്രവർത്തിച്ചു പോകും. രാത്രി 2 മണിയൊക്കെ നമുക്ക് സാധ്യത. കാരണം ഇതിൻ്റെ കൂടത്തിനുള്ള കാര്യമില്ല. ഞങ്ങളൊരു 5 വിദ്യാലയത്തിൻ്റെ വീടിനെ ഓടിച്ചു. അത് ഇന്ത്യക്കാർ ആണ് അവിടെ മെയിനായിട്ട് നിൽക്കുന്ന പണിക്കാർ. അവർ ഇത് മുസ്ലിംസാന്ന് തോന്നുന്നു. ഈ കഴിഞ്ഞ നോയമ്പ് കാലഘട്ടത്തിലും മറ്റുമൊക്കെ അവർ പകൽ കിടന്നുറങ്ങും. എന്നിട്ട് രാത്രിയാണ് തുറക്കുന്നത്. രാത്രി കിടന്നുറങ്ങാൻ പറ്റില്ല നമുക്ക്. കാരണം രാത്രിയിൽ നിന്നും രാവും പകലൊന്നുമില്ല. ഇന്ത്യക്കാർക്ക് അവർക്ക് ഒരു പക്ഷേ കോൺട്രാക്റ്റ് ആയിരിക്കും, പിന്നെ വർക്കിൻ്റെ വേജസൊക്കെ. എന്തായാലും അവർ ത്രൂ ഔട്ട് ഇങ്ങനെ വർക്ക് ചെയ്യും.